നമുക്ക് പുതിയ ഒരു ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ ഒരു അല്പഭാഗം മുൻപ് നിങ്ങൾ ഫിസിക്സിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആദ്യമായി പഠിക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്, മാത്തമാറ്റിക്സിലാണ്. ടോപ്പിക്കിൻ്റെ പേര് വെക്റ്റേഴ്സ് എന്നാണ്. വെക്റ്റർ ഓൾജിബ്ര എന്നാണ്. നമുക്കിതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്കറിയാം. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്കെയിലേഴ്സും വെക്റ്റേഴ്സും. അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമായിരിക്കും. സ്കെയിലേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഏത് സൈഡിലേക്കാണ്, ഏത് വശത്തേക്കാണ് എന്നാരും ചോദിക്കില്ല. ലെങ്ത് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഏത് സൈഡിലേക്കാണെന്ന് ചോദിക്കും. അതുകൊണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി. അതേപോലെ മാസ് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണ് ടെമ്പറേച്ചർ ഇതാരുടെ ചോദിക്കും. ഇതൊക്കെ നമുക്ക് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ആക്ച്വലി വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇപ്പം നമുക്ക് അറിയാം. നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകണം. ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ 25 കിലോമീറ്റർ യാത്ര ചെയ്യണം. 25 കിലോമീറ്റർ യാത്ര ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ അത് ശരിയായ ഒരു ആൻസറാണ്. കാരണം ഇവിടുന്ന് പടിഞ്ഞാട്ടേക്കാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കടലിൽ പോയി വീഴും. കിഴക്കോട്ടാണെങ്കിൽ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് സൗത്ത് ഡയറക്ഷനിൽ തന്നെ പോകണം എങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലാതെ കടലിൽ പോയി വീഴുവാൻ അവിടെ അങ്ങോട്ടാണ് പോകണമെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ അരൂരി ഭാഗത്തേക്കാണ് ചുറ്റി വീഴുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ നോക്കുക. അപ്പോൾ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ കിക്ക് കൊടുക്കുന്നത് ചുമ്മാ എങ്ങോട്ടെങ്കിലും അടിച്ചാൽ പോരെ. എന്നിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കി ഡയറക്ഷനും കൂടെ നോക്കി മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് കോമൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ചിലതിന് എന്താ പോലെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ സ്കെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ചിലതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും ഉണ്ട്. അതിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് സാധാരണഗതിയിൽ വെക്റ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ എയിൽ തുടങ്ങി ബിയിലേക്ക് എന്നാണ്. ഈ ലെങ്ത് കൊണ്ട് സാധാരണ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷനാണ് ഇവിടെ അങ്ങോട്ട്. ടു ഡയമെൻഷണലാണ്, അതുകൊണ്ട് ഇങ്ങനെ എഴുതും. വേറൊരു രീതിയിൽ കൂടി എഴുതും. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ വെക്റ്റർ എ. ഇത് രണ്ട് വെക്റ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾസാണ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കുക, ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് എഴുതുമ്പോൾ. ഇവിടെ എഴുതുന്നത് നമ്മൾ സ്മോൾ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുക. ഇതാണ് വെക്റ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതിനുള്ള രീതി ആയിട്ട് ഉള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്കറിയാം ഈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇങ്ങനെ എഴുതാം. മോഡുലസ് ഓഫ് വെക്റ്റർ എ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെക്റ്റർ എ. ഈ മോഡുലസ് ഉദ്ദേശിക്കുന്ന മാഗ്നിറ്റ്യൂഡാണ്. അതുകൊണ്ട് ഇതൊരിക്കലും നെഗറ്റീവ് ആവില്ല. നെഗറ്റീവ് അല്ല, മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവ് അല്ല, ഡയറക്ഷൻ നെഗറ്റീവാണ്. ഡയറക്ഷൻ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിഞ്ഞിങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയാം. പക്ഷെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട 2-3 ടേംസ് ഉണ്ട്. ആ ടേംസുകളൊക്കെ നമ്മൾ ആദ്യം പരിചയപ്പെടാം. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടാകും. അവിടെ നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും നിങ്ങൾ മറന്നുപോയി കാണും എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്ന ഇത് വഴിയാക്കാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഒരു പോയിന്റ് സ്പേസിൽ മാർക്ക് ചെയ്തു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, ജസ്റ്റ് നോമിച്ച് പോകുന്നില്ല. XYZ ഈ കോർഡിനേറ്റ്സ് വരുന്നതൊക്കെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. പ്ലെയിൻ കട്ട് ചെയ്യുമ്പോഴാണ് എന്നൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ഈ XYZ എന്ന് പറയുന്നത് സ്പേസിലുള്ള ഒരു പോയിന്റാണ്. സ്പേസിലുള്ളൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് O ഒറിജിൻ. O എന്ന് പറയുന്നത് 0, 0, 0 എന്നാണ്. ഈ OP എന്ന് പറയുന്ന ഈ വെക്റ്റർ, അതായത് ഒറിജിനിൽ നിന്ന് ഈ P വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ O മുതൽ P വരെയുള്ള ഈ ഡയറക്ഷൻ, ഇതിനെയാണ് നമ്മൾ പിയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ദ പൊസിഷൻ വെക്ടർ ഓഫ് P എന്ന് പറയുന്നത് OP എന്ന് പറയുന്ന വെക്ടറിനെയാണ്. OP എന്ന് പറയുന്ന വെക്ടറിനെയാണ് പൊസിഷൻ വെക്ടർ
ഓഫ് പി എന്ന് പറയും. അപ്പൊ ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ആണ് 5 4 6 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? O മുതൽ Q വരെയുള്ള ഈ വെക്ടർ, അതായത് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് y കോർഡിനേറ്റ് z കോർഡിനേറ്റ് 6 എന്നാണ് വരുന്നത്. അതാണ് അർത്ഥം. അതാണ് 5 4 6. ഇനി നിങ്ങൾ അവിടെ പഠിച്ച കാര്യം, ഫസ്റ്റ് ഇയറിൽ പഠിച്ച വേറൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഈ ഒ പി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് r ആണെങ്കിൽ, r എന്നാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. r is equal to വെക്ടർ അല്ല, r is equal to എന്താ വരിക? റൂട്ട് ഓഫ് x2 മൈനസ് x1 the whole square, അതായത് x മൈനസ് 0 the whole square പ്ലസ് y മൈനസ് 0 the whole square പ്ലസ് z മൈനസ് 0 the whole square. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക r is equal to root of x squared plus y squared plus z. ഇതിന്റെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, r is equal to root of x squared plus y squared plus z squared. ഇതാണ്, ഇതിങ്ങനെയാണ് വന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു, പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ പൊസിഷൻ വെക്ടർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട്. പൊസിഷൻ വെക്ടർ എന്ന് കേട്ട് ഞാൻ ഓർക്കേണ്ടത് ഒറിജിനിൽ നിന്ന് അങ്ങോട്ടുള്ള വെക്ടറാണ് എന്ന് ഓർക്കുന്നത്. ഇനി ആർ എന്ന് പറഞ്ഞാൽ ഈ ഒ പി എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് ആർ കണ്ടുപിടിക്കുകയാണ് റൂട്ട് ഓഫ് x സ്ക്വയർഡ് പ്ലസ് z സ്ക്വയർഡ് എന്ന് പറയും. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കണക്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ടതാണ്, എഴുതി ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞ സാധനം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല, പക്ഷേ നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് നോക്കാൻ. ഈ പോയിന്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പി എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ഓക്കെ. അപ്പോൾ അതായത് ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത് ഒ പി ഇതാണോ? 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷൻ. അപ്പോൾ ഒ പി എന്ന് പറയുന്ന വെക്ടർ നമ്മൾ ഇവിടെ എഴുതാൻ ഇതാണ് എക്സ് വൈ സെഡ്. ഇത് എക്സ് വൈ സെഡിനാണ് ഇരിക്കട്ടെ. ഈ ഡയറക്ഷൻ കൊസൈൻസ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമുക്കത് പിന്നീട് അല്ലെങ്കിൽ വരും. ആദ്യമേ അതിൻ്റെ ഡെഫിനിഷൻ പിടിച്ചല്ലോ. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ, ഈ ഒ പി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒ പി എന്ന് പറയുന്ന വെക്ടർ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കും. ഒ പി എന്ന് പറയുന്ന വെക്ടർ എക്സ് ആക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കും. അത് ആൽഫ എന്നാണെങ്കിൽ വൈ ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ എന്നാണെങ്കിൽ ഇസഡ് ആക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ എന്നാണെങ്കിൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് പറയുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് കോസ് 30 കോസ് 30 എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയാണ്. കോസ് 30 എത്രയാണ്? 31/2. കോസ് 33 √3/2. അപ്പോൾ കോസ് 30 അതേപോലെ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ വരുന്നത്. 3 4 5 എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ വരുന്നത്. ആ ആംഗിളിനെയാണ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്നുള്ളതിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? സ്പേസിലുള്ള ഒരു വെക്ടറിന്റെ പൊസിഷനാണ് നമ്മളിവിടെ പറയുന്നത്. അത് എവിടെയാണ് എന്നതാണ്. അത് അല്പം മുമ്പ് നമ്മൾ പറയുന്നത് ഒറിജിനിൽ നിന്ന് എക്സ് യൂണിറ്റ് അകലെ, വൈ യൂണിറ്റ് അകലെ, ഇസഡ് യൂണിറ്റ് അകലെ ആയിട്ട് വരുന്നു. അത് വേറെ തരത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ വെക്ടർ എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്, വൈ ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്, ഇസഡ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഫിക്സഡ് പൊസിഷൻ അതിന് കൊടുക്കുകയും വേറെ തരത്തിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അതിന് പറ്റുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഇതിൻ്റെ ചെറിയൊരു പിക്ചർ കൂടി ഞാൻ മുമ്പ് വരയ്ക്കാം. ഇവിടെ ഒരു കട്ട് ഷോട്ട് ഇത് വരയ്ക്കാൻ പോകണേ. നോക്കൂ, ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത്, ഇതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പെർപെൻഡിക്കുലറാണ് വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ 3 ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇത് ആൽഫയാണ്, ഇതാണ് ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് എക്സ് ആണ്. അപ്പോൾ കോസ് ആൽഫ എന്ന് പറയുന്നത് എന്ത് വരും? x/r. ഇതാണ് ഓക്കെ. അതേ
അതേപോലെ y ആക്സിസിലേക്ക് വരയ്ക്കാം, ഇതുപോലെ y ആക്സിസിലേക്ക് വരയ്ക്കാം. അപ്പോൾ ഇതൊരു ബീറ്റ ആണെങ്കിൽ ഇത് ആറാണെന്നുണ്ടെങ്കിൽ ഇത് y വരിക. അപ്പോൾ cos ബീറ്റ എന്ന് പറയുന്നത് ഇതൊരു y ബൈ ആണ്. cos ഗാമ എന്ന് പറയുന്നത് എന്താ വരിക? z ബൈ. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോണം, എൻ്റെ ഫോൺ വിളിച്ചോ ഒക്കെ ചോദിച്ചോണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ വരുന്നത്. cos ആൽഫ ഈക്വൽ ഇത് രണ്ടാമത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. cos ആൽഫ ഈക്വൽ x ബൈ r, cos ബീറ്റ ഈക്വൽ y ബൈ r, cos ഗാമ ഈക്വൽ z ബൈ r. ഇതിനകത്ത് നമുക്ക് വേറെ സംഭവം ഉണ്ടാക്കാൻ കഴിയും. x എന്ന് പറഞ്ഞാൽ എന്താ? x എന്ന് പറഞ്ഞാൽ r cos ആൽഫ, y എന്ന് പറഞ്ഞാലോ r cos b, z എന്ന് പറഞ്ഞാലോ r cos ഗാമ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് അല്ലേ? r is equal to root of x squared plus y squared plus z squared. അതിന്റെ സ്ക്വയർ എടുത്ത് നോക്കി എന്താ വരിക? r squared is equal to x squared plus y squared plus അല്ലേ? പ്ലസ് ഈക്വൽ ടു ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. x എന്ന് പറയുന്നത് എന്താ? r cos ആൽഫ. അപ്പോൾ എന്ത് വരും? r squared cos squared ആൽഫ പ്ലസ് r squared cos squared ബീറ്റ പ്ലസ് r squared cos squared ഗാമ അല്ലേ? r squared കൊടുക്കുന്നത് r squared is equal to cos squared alpha plus cos squared beta plus cos squared gamma. ഈ r squared കട്ട് ചെയ്തു പോകും. അതിനർത്ഥം എന്താണ്? 1 is equal to cos squared alpha plus cos squared beta plus cos squared gamma. ഇതാണ് ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ്. cos squared alpha plus cos squared beta plus cos squared gamma is equal to 1. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് നമുക്ക് പോകാം. cos alpha, cos beta, cos gamma എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? they are the direction cosines. അതിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് ഒരു കാര്യം. ഈ cos alpha, cos beta, cos gamma എന്ന് പറയുന്ന ഡയറക്ഷൻ കൊസൈൻസ് ആണ്. പക്ഷെ വെക്ടർ അനാലിസിസിൽ ഈ ഡയറക്ഷൻ കൊസൈൻസിൽ ഒരു സിമ്പൽ എഴുതാം. ഈ cos alpha കൊടുക്കുന്ന സിമ്പിൾ L എന്ന്, cos beta കൊടുക്കുന്നത് M എന്ന്, cos gamma കൊടുക്കുന്നത് N എന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാവുന്ന ഇത്രയേ ഉള്ളൂ. n സ്ക്വയർഡ് പ്ലസ് n സ്ക്വയർഡ് പ്ലസ് n സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 1. എല്ലാം ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. നോട്ട്സ് എഴുതണം. ഇതിനകത്ത് നോട്ട്സ് എഴുതണം. ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് ചെറിയ ടേംസ് ഒന്ന് പരിചയപ്പെടും. അതിത്രേ ഉള്ളൂ. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അത് പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. സീറോ വെക്ടർ എന്ന് വെച്ചാൽ ആ വെക്ടറിന് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് ഇല്ല. എയിൽ തുടങ്ങി എയിൽ അവസാനിക്കുക, ബിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുക, അങ്ങനത്തെ വെക്ടർ. അങ്ങനെയാണ് നമ്മൾ സീറോ വെക്ടർ. അത് നമുക്ക് ഈ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിന് വേണ്ടി വരും. കാരണം ഒരു സീറോ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്പർ സിസ്റ്റത്തിലാണ്. ഇവിടെ സീറോ വെക്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ടേം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. തുടങ്ങുന്നതിനാണ് ഇവിടെ തുടങ്ങി ഇവിടെ തന്നെ അവസാനിക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതായാലും നമുക്കിവിടെ വരാം. ഒരു സ്റ്റാർട്ട് ചെയ്ത് പിന്നെ തിരിച്ച് അവിടെ തന്നെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് സീറോയിൽ അവിടെ തീർന്നുപോയി. അതാണ് സംഭവം. അതാണ് സീറോ വെക്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. പിന്നെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി കോ ഇനിഷ്യൽ വെക്ടേഴ്സ് പേര് മാത്രം. കോ ഇനിഷ്യൽ വെക്ടേഴ്സ് അതിൻ്റെ പേര് നമുക്ക് അറിയാം. കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്താണ്? ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടറിനെയാണ് കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കൊളിനിയർ വെക്ടേഴ്സ്. കോളിനിയർ അത് പിന്നീട് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറയും. കൊളിനിയർ ഇത് കൊളിനിയർ അർത്ഥം ഒരേ ലൈനിലുള്ള വെക്ടേഴ്സ് എന്നാണ്. ഒരേ ലൈനിലുള്ള വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ ലൈനിലുണ്ടായിരുന്നു. നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു കൊടുക്കുക. നമ്മൾ കൊളിനിയർ ആണോ, 3 പോയിന്റ്സ് എന്നുള്ളത് കൊളിനിയർ ആണോ എന്ന് ചോദിക്കുന്ന പരിപാടി ഉണ്ടാകും. ഓർക്കുന്നുണ്ടോ? 3 പോയിന്റ്സ് എന്നതിന് ശേഷം അത് കൊളിനിയർ ആണോ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകും വെക്ടേഴ്സ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പം നമ്മളവിടെ ചെയ്തതെങ്കിൽ ഓർക്കുന്നുണ്ടാകാം. പക്ഷേ 3 പോയിന്റ്സ് എടുത്തിട്ട് അത് കൊളിനിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പല മെത്തേഡ്സുകളുണ്ട്. ഓർക്കുന്നുണ്ടാവും. പല മെത്തേഡ്സുകളുണ്ട്. ഒന്ന് ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുക. അത് സെയിം ആണെന്നുണ്ടെങ്കിൽ അത് കൊളിനിയർ ആയിരിക്കും.
അതല്ലെങ്കിൽ ഈ 3 പോയിന്റ്സ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. കൊളിനിയർ ആണെന്നുണ്ടെങ്കിൽ അത് 0 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. വെക്ടേഴ്സിന്റെ കേസിൽ കൊളിനിയർ എന്ന് പറയുമ്പോൾ സെയിം ലൈൻ ഓഫ് ആക്ഷൻ എന്നതാണ്. അതായത് ഇങ്ങനെ ഒരു പാരലൽ തിരിച്ചാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പാരലൽ വെക്ടേഴ്സിനെയാണ് വെക്ടേഴ്സിന്റെ കേസിൽ കൊളിനിയർ എന്ന് പറയുന്നത്. ഒരേ ലൈനിലാവണം എന്ന് നിർബന്ധമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരേ ലൈനിലാണ്. 2 vectors or more vectors are said to be continuous. They are parallel to the same line. പാരലൽ ആയാൽ മതി. മനസ്സിലായോ? അല്ലാതെ ഒരേ ലൈനിലാവണം എന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് വന്ന് ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സിൽ നമുക്കറിയാം ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ സെയിം ആയിട്ടുള്ള അടുത്ത വെക്ടർ, അതിനെയാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് വെക്ടർ എന്ന് പറയും, അത് ഡയറക്ഷൻ തിരിച്ചുള്ള വെക്ടറാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ടാകുമെന്ന് ചെയ്യുന്നത്. ടെക്സ്റ്റ് ആകുന്ന ഇല്ലെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ആ ടെക്സ്റ്റ് എടുത്ത് നോക്കി ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അടുത്ത കാര്യത്തിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഓർക്കുക. വെക്ടർ physical quantities 2 types, scalar and vector. Scalar has only magnitude, vector has magnitude and direction. Second one, position vector. Position vector ഇതിന്റെ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള വെക്ടറാണ്. അങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഉള്ളത് ഡയറക്ഷൻ കോസൈൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. സ്പേസിലുള്ള ഒരു വെക്ടർ ആണെങ്കിൽ ആ വെക്ടർ എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സും ആയിട്ട് എന്ത് ആംഗിളാണോ ഉണ്ടാക്കുക അതിനെയാണ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയ്ക്കാണ് പറയുന്നത് ഡയറക്ഷൻ കോസൈൻസ് എന്ന്. ഡയറക്ഷൻ കോസൈൻസ് ഡിനോട്ട് ചെയ്യുന്നത് എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. അതിന്റെ ഡെറിവേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ അടുത്ത് പോവാണ്. അടുത്ത പോകുന്നത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. 2 വെക്ടേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ ബി ബി സി. അപ്പൊ എ ബി എന്ന് പറയുന്ന വെക്ടർ, ബി സി എന്ന് പറയുന്ന വെക്ടർ ഇതാണെങ്കിൽ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി എന്ന് പറയുന്നത് വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി എന്ന് പറയുന്നത് വെക്ടർ എ സി. എന്താണ് ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുകയില്ലായിരിക്കും. അത് സംഭവത്തിലുണ്ട്. ഇവിടുന്ന് ഇവിടെ വരെ പോയി, പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ പോയി. അത്രയ്ക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് നേരെ അവിടെ പോയാൽ മതി. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. അതിനാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഫിസിക്കലി ഇത് കൂടെ ആഡ് ചെയ്ത് ഇതിനേക്കാൾ കുറയും അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെക്ടേഴ്സിൽ ഉദ്ദേശിക്കുന്നത് ഈ വെക്ടറിന്റെ അഡീഷൻ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓരോ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പുതിയ അനാലിസിസ് ആണ്. നമ്മളെല്ലാം നമ്പർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് പറയരുത്. നമ്പേഴ്സിൻ്റെ കേസിൽ 2ഉം 3ഉം കൂടെ ആഡ് കഴിഞ്ഞാൽ 5 ആണ്. അത് നമ്പർ അനാലിസിസ് ശരിയാണ്. പക്ഷേ എല്ലായിടത്തും അതല്ല. പുതിയ മെട്രിക്സിൻ്റെ കേസിൽ അഡീഷൻ അത് വേറെയും. മെട്രിക്സിൻ്റെ കേസിൽ നമുക്ക് അഡീഷൻ എന്നുള്ളത് വേറെ രീതിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഓരോ അനാലിസിസിൻ്റെ അകത്തുണ്ട്. വെക്ടേഴ്സിൻ്റെ കേസിൽ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടുന്ന് പോയി ഇവിടെ വരെ എത്തി, പിന്നെ ഇവിടുന്ന് പോയി ഇവിടെ വരെ എത്തി എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയി ഇവിടെ വരെ എത്തുന്നതാണ് അതിന് അഡീഷനായിട്ട്. അപ്പോൾ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് അതാണ്. അത് നമ്മൾ ഓർത്തിരിക്കും കേട്ടോ. ഞാൻ എ ബി സി സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ഇതൊന്ന് ഓർത്തിരിക്കും. ഇതാണ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു പോകാം. അത് സിമ്പിളാണ്. അതിൻ്റെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. എൻ്റെ പ്രൂഫ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിച്ച് ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഇതൊരു അങ്ങനെ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, this is vector A and this is vector B എന്ന്. സംഭവം ഇതിനെയാണ് നമ്മൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത്. എ ബി സി ഡി എന്നൊക്കെ വിടുക. വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ഇസ് ഈക്വൽ ടു വെക്ടർ എ സി. ഇനി നമ്മൾ നോക്കേണ്ടത് എ ബി എന്ന് പറയുന്ന വെക്ടർ എ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നത്
ഡയറക്ഷൻ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഡി സി എന്ന് പറയുന്ന വെക്ടർ ഇത് തന്നെയായിരിക്കും. നമുക്കറിയാം പാരലോഗ്രാം എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ എന്ന് തന്നെ പറയുക. അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കണം മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ സെയിം കറക്റ്റ് അല്ലേ? യെസ്. അതുപോലെ ബി സി എന്ന് പറയുന്നത് ബി എന്നുണ്ടെങ്കിൽ സിയിൽ അവസാനിച്ചു ഇത് വെക്ടർ ബി അല്ലേ? ശരി. അപ്പോൾ നമുക്ക് നോക്കാം വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി എന്ന് പറയുന്നത് വെക്ടർ എ സി ആണ്. വെക്ടർ എ ബി വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്, ഇതാണ് എന്തിനാണ് വെക്ടർ എ പ്ലസ് ബി എന്ന് പറയുന്ന സാധ്യത എ സി എന്ന് പറയുന്ന വെക്ടറാണ്. ശരി. ഇത് നമുക്ക് ഡയറക്റ്റ് പറയുന്നത് വെക്ടർ എ ഡി പ്ലസ് വെക്ടർ ബി സി എന്ന് പറയുന്നത് എന്താ കഴിയും? വെക്ടർ എ ഡി എന്ന് പറയുന്നത് വെക്ടർ ബി ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ സെയിം വെക്ടർ ബി പ്ലസ് വെക്ടർ ബി സി എന്ന് പറഞ്ഞാൽ വെക്ടർ എ അല്ലെ? ഇത് ആരാ വന്നിരിക്കുന്നത്? അത് വെക്ടർ എ സി അല്ലേ? വെക്ടർ എ ഡി പ്ലസ് വെക്ടർ ബി സി എന്ന് പറയുന്നത് വെക്ടർ എ സി അല്ലേ? അത് രണ്ട് സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 and ഇക്വേഷൻ നമ്പർ 4 എടുത്താൽ ഇവിടെ നമുക്ക് ഫ്രം 1 and 2 നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് വെരി സിമ്പിൾ. എന്താണ്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ ബി പ്ലസ് വെക്ടർ എ എന്ന് പറയുന്നത് സെയിം ആണ് എന്നുള്ളതാണ്. ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 1. ജസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അടുത്ത ക്ലാസ് വലിയ താമസിക്കാതെ തന്നെ ഉണ്ടാകും. സ്ഥിരമായി ശ്രദ്ധിച്ചിരിക്കുക, ആദ്യം മുതൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നീട് കാണാം.